ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പൊട്ടറ്റോ കൊണ്ടാണ് നമ്മൾ ഈ വട തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് 2 തരം സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു വട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്ത് തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുക്കുകയാണ്. നല്ലൊരു തുണി കൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ഞാനിവിടെ. അതിനുശേഷം റൗണ്ടായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും കനം കുറഞ്ഞു പോകരുത്. ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. റൗണ്ടായിട്ട് വരുന്ന ആ സെൻറ്റർ പോർഷൻ തന്നെ കട്ട് ചെയ്തെടുക്കണം. അറ്റം നമുക്ക് മാറ്റി വയ്ക്കാം. പൊട്ടറ്റോയുടെ വീതി കൂടിയ വശമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയുടെ നടുക്ക് വെച്ച് അമർത്തി മുറിച്ചെടുക്കണം. നല്ല മൂർച്ചയുള്ള ക്യാപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പിന് അത്ര മൂർച്ച കാണില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ അടപ്പ് തന്നെ എടുക്കണം. നല്ല റൗണ്ടായിട്ട് നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട്. നടുക്കത്തെ ആ ചെറിയ റൗണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നടുക്കലത്തെ ആ റൗണ്ട് പാർട്ടാണിത്. ഇതിൽ ഒരു കമ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ അവിടെ എവിടെയായിട്ടൊന്ന് തുളച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കിതിന് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കാം. ഇതിനായിട്ട് 1/4 കപ്പ് അളവിൽ കടലമാവ് ഞാൻ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം. എന്നാൽ വെള്ളം കൂടി പോകരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടേണ്ടത്, ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്താൽ മതിയാകും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പൊട്ടറ്റോ ഓരോന്നെടുത്ത് ഈ ബാറ്ററിലേക്ക് മുക്കി തിളച്ച എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് 2 വശം ഒരുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ തീ അങ്ങ് ഒരുപാട് കൂടി പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. 2 സൈഡ് ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഞാനിത് 2-3 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്ത് മാറ്റിയത്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ റൗണ്ട് ഷേപ്പില്ലേ ചെറുത്, അത് ബാക്കി വന്ന മാവിലേക്കിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം എണ്ണയിലേക്കിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ കൊണ്ട് 2 തരം സ്നാക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. അപ്പോഴിത് കാണുന്ന കുട്ടീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി തരാൻ പറയണേ അമ്മയോട്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി സോസും കൂട്ടി കഴിക്കാനായിട്ട് ഈ സ്നാക്ക് അടിപൊളിയാണ്. അപ്പോഴേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.